ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുമെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരനെ, കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകൾ പ്രത്യേകിച്ചും ഇതാ വലിയ യുദ്ധം വരുന്നു, അതിനുശേഷം മഹോദ്രവകാലം അഥവാ എതിർ ക്രിസ്തു, 1000 വർഷം എന്നത് എവിടെയാണ് എന്നൊക്കെ തുടങ്ങിക്കൊണ്ട് ഓരോ ക്ലാസ്സുകൾ, അത് 1000 ഇതാ വലിയ യുദ്ധം വരുന്നതിൻ്റെ ചോദ്യം അതിൻ്റെ ഉത്തരമായിട്ടാണ് അതിൻ്റെ ക്ലാസ് കൊടുത്തിരുന്നത്. നമുക്കറിയാം, അതിന് ധാരാളം ആളുകൾ കമൻറ്റുകളൊക്കെ പറയാറുണ്ട്. അതിൽ ചില കമൻറ്റുകൾക്കൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ചില കമൻറ്റുകൾക്ക് ഉത്തരം പറയാത്തതുമുണ്ട്. അത് കാരണം എല്ലാത്തിനും സമയമില്ലാത്തതുകൊണ്ടും ക്ലാസ് എടുക്കാനുള്ള തിരക്കുള്ളതുകൊണ്ടുമാണ് ഉത്തരം പറയാത്ത. എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം പിന്നീട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിലവിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നമ്മൾ കാണുകയാണ്. പലസ്തീൻ ജനത എന്ന് പറയുന്ന മുസ്ലിങ്ങൾ തന്നെ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രത്യേക സ്ഥലമായിരുന്നു പാലസ്തീൻ. നമുക്കറിയാം, അതിന് പാലസ്തീൻ ജനങ്ങൾ എന്നാണ് പറയുക. അത് മുസ്ലിം ജനങ്ങളാണ്. ഒരു സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നത്. അങ്ങനെ ഒരു ചെറിയ രാഷ്ട്രമായിട്ട് തന്നെ അവർ ലോകമൊക്കെ അംഗീകരിച്ച് ജീവിക്കുകയായിരുന്നു. എന്നാൽ അത് അവരും ഇസ്രായേൽക്കാരും തമ്മിൽ യുദ്ധത്തിലേക്ക് വന്നു. ആ യുദ്ധം ഇന്ന് നമ്മൾ കാണുന്നത് വലിയ യുദ്ധമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ യുദ്ധം ആരംഭിച്ചൊരു കാലഘട്ടത്തിലൂടെ ഇസ്രായേലും അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങളും കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധം തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ധാരാളം വാർത്താ ചാനലുകളിൽ ഇത് 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പരിണമിക്കുമോ, ഇത് 3-ാം ലോക മഹായുദ്ധമായി മാറുമോ, അല്ലെങ്കിൽ ഇത് 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ നിലവിൽ അത് 3-ാം ലോകയുദ്ധം ആയിട്ട് മാറിയിട്ടില്ല, അത് നമുക്കറിയാം. അതുപോലെ തന്നെ ഉക്രൈനും റഷ്യയുമായിട്ടുള്ള പ്രശ്നങ്ങളും യുദ്ധം, അത് 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് മാറും. ഇപ്പോൾ പുടിൻ ആണവായുധം പ്രയോഗിക്കും, അങ്ങനെ യൂറോപ്പിൻ്റെ മേൽ അവർ അണുവായുധം ഉപയോഗിക്കും, ഉക്രൈൻ്റെ മേൽ അണുവായുധം ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വലിയ യുദ്ധത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ വലിയ യുദ്ധം എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് എന്താണ്, എപ്രകാരമാണ്, അത് ഏതെല്ലാം രാഷ്ട്രങ്ങളാണ്, അതെപ്പോഴാണ് തുടങ്ങുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഏകദേശം മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ സഭയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ലോകത്തിൻ്റെ, ഭൂമിയുടെ ഒക്കെ ഒരുക്കം ഇതിലൂടെ നടക്കേണ്ടതായിട്ടുണ്ട്. അനേകം ഒരുക്കങ്ങൾ, ഒരു ആഗോള യുദ്ധത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നമുക്ക് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രങ്ങൾ അത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ, പെട്രോൾ ശേഖരണങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ, ആവശ്യമുള്ള ഡോക്ടർമാരെയൊക്കെ ശേഖരിച്ച് അവർ തയ്യാറാക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, കുടുംബങ്ങളാണെങ്കിൽ വിദേശത്തുള്ളവരെയൊക്കെ എത്രയും പെട്ടെന്ന് വിളിച്ച് വീട്ടിലേക്ക് വരുത്തുക. അതോടൊപ്പം തന്നെ വീടും പരിസരങ്ങളൊക്കെ പച്ചക്കറികളും കൃഷികളുമായിട്ട് നിറയ്ക്കുക. യുദ്ധമെന്ന് വീട്ടിലിരിക്കേണ്ടി വന്നാൽ തന്നെ വീട്ടിലിരിക്കത്തക്ക രീതിയിൽ ക്രമീകരിക്കുക. അങ്ങനെ കുടുംബങ്ങൾ ഒരുങ്ങും. അതുപോലെ സഭയുടെ ഒരുക്കം എന്ന് പറയുന്നത് കുമ്പസാരിക്കുക, പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, അങ്ങനെ വിശുദ്ധിയിലായിരിക്കുക. എപ്പോൾ മരിച്ചാലും നിത്യജീവൻ്റെ ഉടമസ്ഥതയുള്ള സ്വർഗീയ ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കപ്പെടുക. അങ്ങനെ സഭയൊരുങ്ങും. പ്രപഞ്ചം ഒരുങ്ങുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രപഞ്ചത്തിൽ കാണുന്ന വലിയ വരക്കെട്ടുകൾ, മഴയുടെ കെടുതികൾ, കൊടുങ്കാറ്റുകൾ, കടൽ വെള്ളം ഇരച്ചു കയറുന്ന സുനാമികൾ, ആണവ സ്ഫോടനത്തിൻ്റെ പരിണതഫലങ്ങൾ, ഇതൊക്കെ ജനങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അതിൻ്റേതായ രീതിയിലുള്ള മനുഷ്യൻ്റെ തലത്തിലും പ്രപഞ്ചത്തിൻ്റെ തലത്തിലും ലോകത്തിൻ്റെ തലത്തിലും ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ഈ ആഗോള യുദ്ധത്തെ നമ്മൾ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണപ്പെടുന്നത്. ഈ വലിയ ഭീമാകാരമായ യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഴയകാല യുദ്ധം എന്ന് പറയുന്ന വെട്ടിയും കുത്തിയുമൊക്കെയുള്ള ഒരു യുദ്ധം, രാഷ്ട്രങ്ങളും തമ്മിൽ, രാജാക്കന്മാരും തമ്മിൽ. ഇന്നതല്ല. ഇന്ന് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നുകൊണ്ട് സ്വിച്ചിട്ട് കഴിഞ്ഞാലും ആണവായുധങ്ങൾ പോയി മറുപടി പറയുന്ന കാലഘട്ടത്തിലേക്ക് ലോകം എത്തപ്പെട്ടപ്പോൾ ഇനിയുള്ള യുദ്ധം എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നു, പറയാൻ ആഗ്രഹിക്കുന്നു. അതെല്ലാം സഭയുടെ ഒരുക്കം, കുടുംബത്തിൻ്റെ ഒരുക്കം, രാജ്യത്തിൻ്റെ ഒരുക്കം, ലോകത്തിൻ്റെ ഒരുക്കം, പ്രപഞ്ചത്തിൻ്റെ ഒരുക്കം, രാഷ്ട്രങ്ങളുടെ ഒരുക്കം, ഇതെല്ലാം സംഭവിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അത് വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് നമുക്കറിയാം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിലാണ് അത്. 38, 39 ആഗോള യുദ്ധം, ആ വലിയ ഭീകരയുദ്ധം, ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച ഇതാ വലിയ യുദ്ധം വരുന്നു എന്ന ആ തലക്കെട്ടിൻ്റെ ബാക്കി എഴുതിയിരിക്കുന്നത് അതിനകത്ത് തന്നെ ഉണ്ട്. ദാനിയേൽ പ്രവചനത്തിലുണ്ടെങ്കിൽ പോലും വീണ്ടും അത് എസെക്കിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ, എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം അതിൻ്റെ
4-ാം തിരുവചനം മുതൽ അങ്ങ് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, 38-ാമത്തെയും 1-ാം തിരുവചനം മുതൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, മാഗോഗ് ദേശത്തെ ഗോഗിനെതിരെ മെഷേക്ക്, തൂബാൻ എന്നിവിടങ്ങളിലെ പ്രധാന പുരോഹിതന്മാർക്കെതിരെ മുഖം തിരിച്ച് പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മെഷേക്കിലെയും തൂബാനിലെയും അധിപനായ ഗോഗെ, ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്നെ തിരിച്ചു നിർത്തി നിന്റെ കടവായിൽ കൊളുത്തിട്ട് പുറത്തു കൊണ്ടുവരും. അതാണ് ആ തുടക്കത്തിൻ്റെ ഒരു വചനമാണ്. ദൈവം ഈ മെഷേക്ക്, തൂബാൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താർഷീഷ് എന്ന് പറയുന്നത് യൂറോപ്പാണ്. മെഷേക്ക് എന്ന് പറയുന്നതാണ് പ്രിയപ്പെട്ട മോസ്കോ എന്ന ആ സ്ഥലത്തെ ഉദ്ദേശിച്ചാണ് മെഷേക്ക് എന്ന് പറയുന്നത്. അത് മെഷേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെയുള്ള യൂറോപ്യൻ നമ്മുടെ USSR എന്ന് പറയുന്നത്, റഷ്യൻ രാഷ്ട്രം എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ രാജ്യം. അന്ന് മോസ്കോ ആയിരുന്നു ലോകപ്രസിദ്ധമായ വൻ നഗരം. മോസ്കോ എന്ന രീതിയിലായിരുന്നു ധാരാളം പേര് അറിയപ്പെട്ടിരുന്നത് ലോകം. റഷ്യ എന്നതിനേക്കാളേറെ മോസ്കോ എന്നുള്ള വിശ്വപ്രസിദ്ധമായ ഒരു നഗരമായിരുന്നു മോസ്കോ. അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ ഏകദേശം 2000 വർഷങ്ങൾക്കൊക്കെ അപ്പുറം മൊഷേക്ക് എന്നുള്ള പേരിലായിരുന്നു അത് അതിൻ്റെ ഹീബ്രു മൂലം. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഹീബ്രു മൂലം എഴുതപ്പെട്ടിരിക്കുന്നത് അത് ഇന്ന് അർത്ഥമാകുന്ന റഷ്യയാണ്. ഇന്ന് നമുക്കറിയാം റഷ്യ എങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഞാൻ നിന്നെ തിരിച്ചു നിർത്തി നിന്റെ കടവായിൽ കൊളുത്തിട്ട് പുറത്തു കൊണ്ടുവരും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം വെച്ചാൽ ഇപ്പോൾ റഷ്യ തിരിഞ്ഞിരിക്കുന്നത് ഉക്രൈനിലേക്കും റഷ്യ തിരിഞ്ഞിരിക്കുന്നത് പോളണ്ട്, യൂറോപ്പ് രാഷ്ട്രങ്ങളിലേക്കുമാണ്. അങ്ങോട്ട് തിരിഞ്ഞാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, നാറ്റോയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അതോ ഉക്രൈനിൽ നിന്ന് പ്രശ്നം ഉണ്ടാകുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നോക്കി റഷ്യ നിൽക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, നിന്നെ ഞാൻ നിന്റെ കടവായിൽ കൊളുത്തിട്ട് നിന്നെ തിരിച്ചു നിർത്തി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ നിന്നെ തിരിച്ചു നിർത്തി നിന്റെ കടവായിൽ കൊളുത്തിട്ട് പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കുതിരയ്ക്കാണ് കടിഞ്ഞാണ്. നമുക്കറിയാം, കടിഞ്ഞാണ് ഇരിക്കുന്ന കുതിരയുടെ വായിലെ കടിഞ്ഞാണ് പിടിച്ചു കഴിഞ്ഞാൽ കുതിര അവിടെ നിൽക്കും. അപ്പോൾ റഷ്യ എന്ന വൻ ശക്തിയെ, വൻ കുതിരയെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസൈലുള്ള രാജ്യത്തെ കർത്താവ് അവൻ്റെ കടവായിൽ കൊടുത്തിട്ട് എന്നതുപോലെ എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ സംബന്ധിച്ച് ഇസ്രായേലിനെതിരെ നടപടികൾ എടുക്കണം എന്ന ചിന്തയോടുകൂടി അവനെ ഇങ്ങോട്ട് തിരിച്ച് ഇസ്രായേലിന് നേരെ തിരിക്കും എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, കൊളുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ, ബലമായിട്ട് പിടിച്ച് തിരിച്ചാൽ മനുഷ്യൻ തിരിയുമല്ലോ എന്നതുപോലെ ഇസ്രായേലിനെതിരെ ഇപ്പോൾ നിലവിൽ റഷ്യക്ക് യുദ്ധം ചെയ്യാനോ അതിൽ ഇടപെടാനോ റഷ്യക്ക് താല്പര്യമില്ല. അത് ന്യായമായിട്ടും അവരിപ്പോഴും ഇടപെട്ടിട്ടില്ല, ചൈനയും ഇടപെട്ടിട്ടില്ല. അവരൊക്കെ അവരുടെ കാര്യം നോക്കി ജീവിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, ആ താല്പര്യമില്ലാത്ത റഷ്യയെ കടവായിൽ കൊളുത്തിട്ട് തിരിച്ചു നിർത്തുന്നത് പോലെ ഇങ്ങോട്ട് തിരിച്ചു നിർത്തിയിട്ട് പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ റഷ്യ എന്ന രാജ്യവും അതിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികളും വിട്ട് അതിൻ്റെ പട്ടാളക്കാർ പുറത്തേക്ക് ഇറങ്ങി വരും. അതിനർത്ഥം ഇതാണ്, കുതിരച്ചേവകരെയും കവചവും പരിചയം വാളും എന്തിയ വലിയ സൈന്യവ്യൂഹത്തെയും പുറത്തു കൊണ്ടുവരും. പേർഷ്യക്കാരും കുഷ്യരും പുത്യരും പരിചയം പടത്തൊപ്പിയും ധരിച്ച് അവരോടൊപ്പം ഉണ്ടായിരിക്കും. ഗോമേറും അവിടുത്തെ സേനാവിഭാഗങ്ങളും വടക്കേ അറ്റത്തുനിന്ന് ബത്തോപകർമായും അതിൻ്റെ എല്ലാ പടക്കൂട്ടവും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. നീ നിൻ്റെ അടുത്ത് സമ്മേളിച്ചിരുന്ന സമൂഹവും ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പേർഷ്യക്കാരെന്ന് പറയുന്നതാണ് ഇറാൻകാർ. അപ്പോൾ നമുക്കറിയാം റഷ്യയിൽ നിന്ന് അതിങ്ങോട്ട് വന്ന് അഫ്ഗാനിസ്ഥാനിൽ കൂടെ വന്ന് പിന്നെ ഇറാനിൽ കടന്ന് അത് ഇറാനിൽ നിന്ന് സിറിയ പോലെ രാഷ്ട്രങ്ങളിലേക്ക് വന്ന് ഇങ്ങനെ ഇസ്രായേലിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കുഷ്യരും പുത്യരും പരിചയം പടക്കൊപ്പിയും ധരിച്ച അവരോടൊപ്പം ഉണ്ടായിരിക്കും. അതെല്ലാം റഷ്യ വരുമ്പോൾ ഇറാന്, അതോടൊപ്പം സിറിയ, ലെബനോൻ, അതൊക്കെ അന്ന് ആ രാഷ്ട്രങ്ങളുമെല്ലാം ഓരോ ഹീബ്രു മൂലത്തിലായിരുന്നു അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ കുഷ്യർ എന്നൊക്കെ പറയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അവരെല്ലാവരെയും കൂടെ കൂട്ടി ഒരു വലിയ ജനസമൂഹം ഉണ്ടായിരിക്കും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി. അങ്ങനെ നീയും നിൻ്റെ അടുത്ത് സമ്മേളിച്ചിരുന്ന ജനസമൂഹവും ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കുക. അപ്പോൾ കർത്താവ് പറയാണ്, പ്രിയപ്പെട്ട റഷ്യ രാഷ്ട്രമേ, നീ ഒരുങ്ങിയിരിക്കുക, ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ആജ്ഞ കാത്തിരിക്കുക. ദൈവമായ കർത്താവിൻ്റെ ആജ്ഞ വേണ്ടി കാത്തിരിക്കുക. ഏറെ നാൾ കഴിഞ്ഞ് നിന്നെ വിളിക്കും. കുറച്ച് നീ ഒരുങ്ങിയിരിക്കാന്നോട്ട് വർഷങ്ങൾ 30-40
കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് നിന്നെ വിളിക്കുക. അപ്പോൾ ഏകദേശം വിളിക്കുന്ന കാലഘട്ടത്തിലേക്ക് ലോകമെത്തി. കഴിഞ്ഞ് നിന്നെ വിളിക്കും. വാളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട വിവിധ ജനതകളിൽ നിന്ന് കൂട്ടിച്ചേർത്ത വളരെ പേരുള്ള ദേശത്തേക്ക്, വളരെ കാലം ശൂന്യമായി കിടന്ന ഇസ്രായേൽ മലനിരകളിലേക്ക് അന്ന് നീ മുന്നേറും. വിവിധ ജനതകളിൽ നിന്ന് സമാഹരിക്കപ്പെട്ടവരാണ് അവിടുത്തെ ജനം. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്നതിന് പകരം കർത്താവ് പറഞ്ഞൊരു വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട വിവിധ ജനതകളിൽ നിന്ന് കൂട്ടിച്ചേർത്ത വളരെ പേരുള്ള ദേശത്തേക്ക്, വളരെ കാലം ശൂന്യമായി കിടന്ന ഇസ്രായേൽ മലനിരകളിലേക്ക് അന്ന് നീ മുന്നേറും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 2000 വർഷങ്ങൾക്ക് മുമ്പ് AD 80 നമുക്കറിയാം സോളമൻ രാജാവ് പണി കഴിപ്പിച്ച ജെറുസലേം ദേവാലയം നെബൂഖദ്നേസർ രാജാവിൻ്റെ നെബൂസരദാൻ എന്ന പട്ടാളക്കാരൻ അതിൻ്റെ പട്ടാളത്തോടു കൂടി കയറുകയും ജെറുസലേം ദേവാലയം അടിച്ചു തകർക്കുകയും ചെയ്തു. അന്ന് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് യഹൂദരെ വാളുകൊണ്ട് വെട്ടിയും കുത്തിയും കൊന്നു. അങ്ങനെ കൊന്നപ്പോൾ ഓടി രക്ഷപ്പെട്ട ഈ ഇസ്രായേൽക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, വിവിധ രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറി. അങ്ങനെ കുടിയേറിപ്പെടുത്ത രാഷ്ട്രങ്ങൾ വിവിധ ജനങ്ങളുമായിട്ട് ഇടകലർന്ന് അവിടുത്തെ ജനങ്ങളുമായിട്ട് വിവാഹം കഴിച്ച് കുട്ടികളുണ്ടായി. വിവിധ രീതിയിൽ ഭാഷയും വിവിധ സംസ്കാരവും ആയിട്ടുള്ള വിവിധ ദേശങ്ങളിൽ നിന്നുള്ളവർ സ്വന്തം നാട്ടിലേക്ക് കൂട്ടിച്ചേർത്ത വളരെ പേരുള്ള ദേശത്തേക്ക്, വിവിധ ജനതകളിൽ നിന്ന് കൂട്ടിച്ചേർത്ത ദേശത്തേക്ക്, വളരെ കാലം ശൂന്യമായി കിടന്ന ഇസ്രായേൽ മലനിരകളിലേക്ക് അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്ന കാലത്തിന് മുമ്പ്, ഏകദേശം 1948 മുമ്പ്, AD 80 ശേഷമുള്ള ഏകദേശം 2000 കാലഘട്ടത്തിനുള്ളിൽ ഈ ജനങ്ങൾ, ഈ ഇസ്രായേൽ എന്ന രാജ്യം ശൂന്യമായി പോവുകയും അങ്ങനെ വിവിധ ദേശങ്ങളിലൂടെ ജനങ്ങളെ കൂട്ടിച്ചേർക്കുകയും ചെയ്ത ഇന്നുള്ള അങ്ങനെയുള്ള ഇന്നത്തെ ഇസ്രായേൽ ദേശം അന്ന് നീ മുന്നേറും. അപ്പോൾ ഈ ദേശത്തെ ഓർത്തുകൊണ്ട് ഈ മെഷാക്ക്, തൂബാൻ, മോസ്കോ, റഷ്യ തുടങ്ങിയ മോസ്കോയുടെ അതിൻ്റെ രാഷ്ട്രങ്ങൾ, അതോടൊപ്പം ചൈന, അങ്ങനെ വിവിധ രാജ്യങ്ങളിലുള്ള എല്ലാവരും കൂടെ ഇസ്രായേൽ ദേശത്തിനെതിരെ വരും. അത് കർത്താവ് അതിലേക്ക് എങ്ങനെയാണെന്ന് വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ആ യുദ്ധത്തിൻ്റെ ഭീകരതയും പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാവുന്ന. പ്രിയപ്പെട്ടവരെ, അതിങ്ങനെയാണ്: നീ നിൻ്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ആളുകളും കൊടുങ്കാറ്റ് പോലെ മുന്നേറി കാർമേഘം പോലെ ആ ദേശം മറയ്ക്കും. അങ്ങനെ ചൈനയുടെ പട്ടാളക്കാർ 50 ലക്ഷം, അല്ലെങ്കിൽ 30 ലക്ഷം, റഷ്യയുടെ പട്ടാളക്കാർ 30 ലക്ഷം. അങ്ങനെ അവിടെ നിന്ന് വരുമ്പോഴത്തേനും ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാന്, പിന്നെ അഫ്ഗാനിസ്ഥാന്, പിന്നെ ഇറാന്, സിറിയ, ഈജിപ്ത്, ലെബനോൻ തുടങ്ങിയ എല്ലാ രാഷ്ട്രങ്ങളിലെയും ഒരു വൻ മലനിരകളിലൂടെ ഇങ്ങനെ വന്ന് കൊടുങ്കാറ്റ് പോലെ ഇസ്രായേലിനെതിരെ, ഇസ്രായേൽ എന്ന ദേശത്തിനെതിരെ വരും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത്. ആ കാലഘട്ടം എത്തപ്പെടുകയാണ്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകം ആ സംഭവത്തിന് സാക്ഷിയാകും. വീണ്ടും കർത്താവ് അവിടുന്ന് അരുളി ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഭയാനകത, ആ സംഭവത്തിൻ്റെ ഭീകരാവസ്ഥ എത്ര ഭയാനകമാണെന്ന് കർത്താവ് വന്നിരിക്കുകയാണ്. അവിടുന്ന് വീണ്ടും പറയുകയാണ്: വടക്കേറ്റത്തുള്ള നിന്റെ ദേശത്ത് ശക്തമായ ഒരു മഹാസൈന്യമായി എത്തിച്ചേരും. കർത്താവ് വീണ്ടും അനുഭവം: നീയും നിന്നോടൊപ്പമുള്ള വിവിധ ജനതകളും കുതിരപ്പുറത്തേറി വടക്കേറ്റത്തുള്ള നിന്റെ ദേശത്തു നിന്ന് ശക്തമായ ഒരു മഹാസൈന്യമായി എത്തിച്ചേരും. ഭൂമിയെ മറിക്കുന്ന മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ശക്തമായ കുതിരപ്പുറത്തേറി വരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്ന് കുതിരപ്പടകളെ വെച്ചിട്ടാണ്. അതുകൊണ്ട് മിസൈൽ എന്നുള്ള സംവിധാനം, റോക്കറ്റ് എന്നുള്ള സംവിധാനം അറിയത്തില്ല, അന്ന് കണ്ടുപിടിക്കപ്പെടില്ല. അന്നത്തെ സംവിധാനം വെച്ചാണ് അവർ എഴുതിയത്. അന്ന് കുതിരകളുടെ ഒരു വ്യൂഹം, 10,000 കുതിരകളുടെ ഒരു വ്യൂഹം, 20,000 കുതിരകളുടെ ഒരു വ്യൂഹമൊക്കെ വെച്ചിട്ടാണ് യുദ്ധങ്ങൾ വന്നിരുന്നത്. ഇന്ന് കർത്താവ് പറയാണ്, അതോടൊപ്പം തന്നെ കുതിരപ്പുറത്തേറി വടക്കേറ്റത്തുനില്ല, വടക്കേറ്റമായ റഷ്യ എന്ന ദേശത്തു നിന്നും കുതിരപ്പുറത്തേരുന്ന മിസൈൽ സംവിധാനത്തോടു കൂടി ശക്തമായ മഹാസൈന്യം എത്തിച്ചേരും. ഭൂമിയെ മറയ്ക്കുന്ന മേഘത്തെ പോലെ എന്ന് പറയുകയാണ് കർത്താവ്. അതിനു മുമ്പ് ഒരു വചനം പറഞ്ഞിട്ടുണ്ട്: നീയും നിന്റെ സൈന്യം നിന്നോടൊപ്പം ആളുകളും കൊടുങ്കാറ്റ് പോലെ മുന്നേറി കാർമേഘം പോലെ ആ ദേശം മറയ്ക്കും. ഒന്ന്, കൊടുങ്കാറ്റ് പോലെ മുന്നേറി കാർമേഘം മറയ്ക്കുന്ന ആകാശത്തെയാണ് മറയ്ക്കുന്നത്. രണ്ടാമത് അവിടുത്തെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്: ഭൂമിയെ മറയ്ക്കുന്ന മേഘത്തെ പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നു വരും. ഭൂമിയെ മറയ്ക്കുന്ന മേഘം പോലെ എന്ന് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, അത് സങ്കല്പിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം, ഈ വരുന്ന രാഷ്ട്രങ്ങൾക്കെല്ലാം യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഹെലികോപ്റ്ററുകളുമുണ്ട്. അപ്പോൾ നമുക്കറിയാം 10,000 ഹെലികോപ്റ്ററുകൾ അത് ആകാശത്തിൽ കൂടി ഇങ്ങനെ പറന്നു വരുന്നു. പിന്നെ 10,000 വിമാനങ്ങൾ പറന്നു വരുന്നു, 10,000 ഡ്രോണുകൾ വരുന്നു,
10,000 മിസൈൽ പറന്നു വരുന്നു, 10,000 റോക്കറ്റുകൾ പറന്നു വരും. ഇതെല്ലാം ആകാശത്തിൽ കൂടിയാണ് ഇങ്ങ് വരുന്നത്. അതിങ്ങ് മുട്ടി ഒന്നിനെ മുട്ടി ഇങ്ങനെ പരന്ന് കാക്കക്കൂട്ടം പറക്കുന്ന പോലെ വരുമ്പോൾ ആകാശം മറഞ്ഞു പോകുമെന്നാണ് സർവശക്തനായ ദൈവം എഴുതി വച്ചിരിക്കുന്നതെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ആഫ്രിക്കയിലെ ചില രാഷ്ട്രങ്ങൾ, ഉത്തര കൊറിയ പോലെ രാഷ്ട്രങ്ങൾ, അങ്ങനെ ഒത്തിരി രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ, എൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നു വരുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ നമുക്കറിയാം. അതോടൊപ്പമാണ് യുദ്ധ ടാങ്കുകൾ, കാലാൾപ്പട, വാഹനത്തിൻ്റെ പട, യുദ്ധ ടാങ്കുകളുടെ പട, യുദ്ധ ലോറികളുടെ പട, ബുൾഡോസറുകളുടെ പട, ഇങ്ങനെ എത്ര ഭയാനകമായി ഇസ്രായേലിനെതിരെ കടന്നു വരും. അതെപ്പോഴാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. അതിൻ്റെയൊക്കെ ഡേറ്റുകൾ ഓരോന്നായി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൂമിയെ മറിക്കുന്ന മേഘത്തെ പോലെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നു വരും. ഗോഗേ, എൻ്റെ പരിശുദ്ധി ഞാൻ ജനതകളുടെ മുമ്പിൽ നിന്നെ വെളിപ്പെടുത്തും. കർത്താവ് പറയുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തും. കർത്താവ് പറയുന്നൊരു അടുത്ത വചനം ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന പ്രിയപ്പെട്ടവരെ. ദൈവമായ കർത്താവ് അറിയിച്ചിരുന്നു, ഗോഗ് ഇസ്രായേൽ ദേശത്തിനെതിരെ വരുന്ന ദിവസം എൻ്റെ മുഖം ക്രോധത്താൽ ജ്വലിക്കും. എൻ്റെ അസൂയയിലും ജ്വലിക്കുന്ന ക്രോധത്തിലും ഞാൻ പ്രഖ്യാപിക്കുന്നു, ആ നാളിൽ ഇസ്രായേലിൽ ഒരു മഹാപ്രകമ്പനമുണ്ടാകും. കടലിലെ മത്സ്യങ്ങളും ആകാശത്തിലെ പറവുകളും വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും എൻ്റെ മുമ്പിൽ വിറകൊള്ളും. അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ജ്വലിക്കുന്ന ക്രോധത്താലും ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവിൻ്റെ ജ്വലനം, ദൈവത്തിൻ്റെ ആത്മാവ് തീ പോലെ ജ്വലിച്ചുകൊണ്ട് കർത്താവിൻ്റെ ക്രോധം ഈ ഇസ്രായേലിനെതിരെ വന്ന രാജ്യത്തിൻ്റെ തിരിയും എന്ന് കർത്താവ് പറയാണ്. കടലിലെ മത്സ്യങ്ങൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ആ നാളിൽ ഇസ്രായേൽ മഹാപ്രകമ്പനം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കിഴക്ക് മുതൽ തെക്ക് വരെയുള്ള ഇസ്രായേലിലെ മുഴുവൻ ജനങ്ങളും എന്തു ചെയ്യും? ഇസ്രായേലിലെ 1 കോടി ജനമുണ്ട്. 1 കോടി ജനങ്ങളും, അത് 5 വയസ്സുള്ള കുഞ്ഞു മുതൽ 100 വയസ്സുള്ള കിളവന്മാർ വരെ യന്ത്രത്തോക്കുകളും ആയുധങ്ങളുമായിട്ട് അവർ ഉണരും. ഈ 1 കോടി ജനം എഴുന്നേറ്റ് നിൽക്കും. അവരെല്ലാം തോക്കേന്തി ഈ വരുന്ന ഈ മഹാശക്തിക്കെതിരെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ എതിർ യുദ്ധം ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അത് എന്താണ്? കടലിലെ മത്സ്യങ്ങൾ എന്ന് പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ മുങ്ങിക്കപ്പലുകൾ. കടലിനുള്ളിൽ കൂടെ വരുന്ന മുങ്ങിക്കപ്പൽ, ആണവായുധം നിറച്ച മുങ്ങിക്കപ്പലുകൾ. ആകാശത്തിലെ പറവുകൾ എന്ന് പറയുന്നതാണ് പ്രിയപ്പെട്ടവർ. അന്ന് ആകാശത്തിലെ പറവ് പോലെ വരുന്നത്, ഇന്ന് ആകാശത്തിലെ പറവ് പോലെ വരുന്നത് ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങൾ, ഡ്രോണുകൾ, പറവുകളും വന്യമൃഗങ്ങൾ എന്ന് പറയുന്നതാണ് വനത്തിൽ താമസിക്കുന്ന ഭീകരവാദികൾ. ഇഴജന്തുക്കൾ എന്ന് പറയുന്നതാണ് പട്ടാളക്കാർ, ഭൂമിയിൽ കൂടെ ഇഴഞ്ഞ് വരുന്ന പട്ടാളക്കാർ. ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും എൻ്റെ മുമ്പിൽ വിറകൊള്ളും. ഇങ്ങനെ വരുന്നവർ എല്ലാം ഇസ്രായേലിനെതിരെ വരും. എല്ലാം ജനങ്ങളും വിറകൊള്ളും. പർവ്വതങ്ങൾ തകർന്നടിയും, ചെങ്കൊത്തായ മലകൾ ഇടിഞ്ഞു വീഴും, എല്ലാ മതിലുകളും നിലംപതിക്കും. എല്ലാ മതിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ഓരോ മതിലുകളും ഇടിഞ്ഞു വീഴും പ്രിയപ്പെട്ടവരെ. ചെങ്കുത്തായ മലകൾ ഇടിഞ്ഞു വീഴും. പർവ്വതങ്ങളായിട്ട് ഉയർന്നിരിക്കുന്ന മലനിരകളിൽ നടക്കുന്ന സ്ഫോടനങ്ങൾ ആ മല പൊട്ടിച്ചിതറും. എല്ലാ മതിലുകളും നിലംപതിക്കും. ദൈവമായ കർത്താവ് വിളിച്ചിരുന്നു, ഗോഗിനെതിരെ എല്ലാ ഭീകരതയും ഞാൻ വിളിച്ചു വരുത്തും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഈ ഗോഗ് ദേശമായ റഷ്യയുടെ നേതൃത്വത്തിൽ വരുന്ന, എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഇവർക്കെതിരെ കർത്താവ് എല്ലാ ഭീകരതയും വിളിച്ചു വരുത്തും എന്ന് കർത്താവ് പറയാണ്. എല്ലാവരുടെയും വാൾ തങ്ങളുടെ സഹോദരനെതിരെയും ഉയരും. പകർച്ചവ്യാധികളും രക്തച്ചൊരിച്ചിലും കൊണ്ട് അവനെ ഞാൻ വിധിക്കും. ഞാൻ അവൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും അവനോടൊപ്പമുള്ള ജനതകളുടെയും മേൽ പേമാരിയും കന്മഴയും തീയും ഗന്ധകവും വർഷിക്കും. അപ്പോൾ കർത്താവ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനമായ ജെറുസലേമിൽ ആരാധന നടത്തുന്ന, പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ആ പ്രിയപ്പെട്ട തൻ്റെ പൊന്നോമന മക്കളായ ഇസ്രായേൽ ജനത്തിനെതിരെ ഇതുപോലെ ഈ ഗോഗ് ദേശത്തു നിന്നും ആളുകളിങ്ങനെ വരുമ്പോൾ, പട്ടാളക്കാരിങ്ങനെ വരുമ്പോൾ കർത്താവ് അവർക്കെതിരെ എന്തൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. അവരുടെ മേൽ പേമാരി ചൊരിയും, അതികഠിനമായ മഴ, കൽമഴ, ആകാശ നക്ഷത്രങ്ങളും കല്ലുകളും ഈ സൈന്യ വ്യൂഹത്തിൻ്റെ മേൽ പതിക്കും. തീയും ഗന്ധവും വർഷിക്കും. തീ വർഷിക്കുക എന്ന് പറഞ്ഞാൽ തീയും ഗന്ധവും എന്ന് പറയുന്നതാണ് ആണവ ആയുധങ്ങൾ. ഇസ്രായേലിൻ്റെ ആണവ ആയുധങ്ങൾ ഈ വരുന്നവരുടെ മേൽ പതിക്കുമെന്ന് കർത്താവ് പറയാണ്. അങ്ങനെ അനേകം ജനതകളുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും എൻ്റെ വിശുദ്ധിയും മഹത്വവും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവെന്ന് അവർ അപ്പോൾ അറിയും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനെതിരെ കടന്നു വരുന്ന
ഈ മഹാശക്തിക്കെതിരെ, ഈ മഹായുദ്ധത്തിനെതിരെ ഇത് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകം 2029 കാലഘട്ടങ്ങളാണ് ഈ പറഞ്ഞ സംഭവം നടക്കുന്നത്. 2027 കാലഘട്ടങ്ങളിൽ നടക്കുന്നത്. അതും കർത്താവ് എഴുതി വെച്ച് ആഗോള യുദ്ധം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രിയപ്പെട്ടവരെ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്ന 2027 കൂടിയാണ്. 2027 നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഭവം നടക്കുന്നത്. അത് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനത്തിലാണ് കർത്താവ് ഈ സംഭവങ്ങൾ തുടങ്ങുന്നത്. എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇത് 29-ലെ സംഭവമാണ് പറയുന്നത്. ഈ 2029 എതിർക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ വരുന്ന, റഷ്യ അടക്കം വരുന്ന, ചൈന അടക്കം വരുന്ന വലിയ യുദ്ധത്തിന് മുമ്പ് നടക്കുന്ന ആഗോള യുദ്ധത്തിൻ്റെ തുടക്കം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനം കർത്താവ് പറയുന്നത്, അന്ന് ഞാൻ ജെറുസലേമിനെ പാരമേറിയ കല്ലാക്കും, അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും, ഭൂമിയിലെല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. കർത്താവ് അരുളിച്ചെന്നു, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരപ്പടയാളികൾക്ക് ഭ്രാന്തും വരുത്തും, ജനതകളുടെ കുതിരകളെ അന്തമാക്കുന്ന അന്ന് ഞാൻ യൂദാ ഭവനത്തെ കടാക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം വളരെ വിപുലമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ്, ഇന്ന് നമുക്കറിയാം ജെറുസലേമിൽ ഒരു ദേവാലയമില്ല. ജെറുസലേം ദേവാലയം എന്ന സ്ഥലത്ത് ഒരു മുസ്ലിം പള്ളി, അലക്സ പള്ളിയാണ് നിൽക്കുന്നത്. ആ സ്ഥാനത്ത് ഇപ്പുറത്ത് അവർക്ക് വീണ്ടും ഒരു ജെറുസലേം ദേവാലയം പണിയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ 3.5 വർഷത്തെ ദൈവ ആരാധനയിൽ, ഇതിനു മുമ്പുള്ള ഒരു ചോദ്യത്തിലെ ഒരു സഹോദരനോട് ചോദിച്ചിട്ടുണ്ട്, ജെറുസലേം ദേവാലയത്തിൽ എല്ലാ ജാതി വിഭാഗങ്ങളും വന്ന് പ്രാർത്ഥിക്കണം, എല്ലാവരുടെയും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന അവിടെ വിളിക്കപ്പെടുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ജനങ്ങളുടെ ലോകത്തിൻ്റെ മൊത്തം പ്രാർത്ഥന അവിടെ നടക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ, അതിൽ പ്രിയപ്പെട്ടവർ, അതിൻ്റെ ഉത്തരം ഇതാണ്. 2027 ജെറുസലേം ദേവാലയം പണിതുകൊണ്ട് അവർ 3.5 വർഷത്തെ പിതാവായ ദൈവത്തിൻ്റെ ആരാധന, കാളയെയും ആടുകളെയും പ്രാവുകളെയും ചക്കാരികളെയും ഒക്കെ ബലിയർപ്പിച്ചുകൊണ്ട് 3.5 വർഷത്തെ ആരാധന നടക്കും. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നിന്നുമുള്ള എല്ലാ യഹൂദരും, അതിനോട് ചേർന്ന് താല്പര്യമുള്ള ക്രിസ്ത്യാനികൾ, അത് കാണാൻ താല്പര്യമുള്ള, അതിനോട് താല്പര്യമുള്ള മുസ്ലിങ്ങൾക്കൊക്കെ വരാം. അങ്ങനെ ജോലത്തെ നിരീശ്വരവാദികളും എല്ലാ ആയിട്ടുള്ള മനുഷ്യരെല്ലാം ഈ 3.5 വർഷക്കാലം ജെറുസലേമിൽ വന്ന് ആരാധന നടത്തും, പിതാവായ ദൈവത്തെ ആരാധിക്കും. അങ്ങനെ അവർ ആ ആരാധന ശക്തിപ്പെട്ട് അതിശക്തമായ പ്രാർത്ഥന, ഇസ്രായേലിലെ ഇന്നുവരെ നഷ്ടപ്പെട്ടു പോയ എല്ലാ അംഗങ്ങളും തിരിച്ചു വന്നുകൊണ്ട് നടത്തുന്ന അതിഭയങ്കരമായ പ്രാർത്ഥന, അവിടെ വലിയ ആരവങ്ങൾ ഉയരും, അവർ വലിയ ആഘോഷങ്ങൾ ഉയരും. അവർ മുട്ടയിലിഴിഞ്ഞ് പിതാവായ ദൈവത്തെ ആരാധിക്കും. കാളകളെ വെട്ടി തീയിൽ ദഹിപ്പിച്ചുകൊണ്ട് അവർ പിതാവായ ദൈവത്തെ ആരാധിക്കും. തൻ്റെ കടന്നുപോയ കാലഘട്ടങ്ങളിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് അവർ പൊട്ടിക്കരയും, അവർ പശ്ചാത്തപിക്കും. അന്ന് കർത്താവ് പറയുകയാണ്, അപ്പോൾ നമുക്കറിയാം, ഈ യുദ്ധം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇസ്രായേൽ ഉണ്ടാകുന്ന പ്രകമ്പനം മൂലം അവിടെ വലിയ അരാജകത്വം, അവിടെ വലിയ ഇസ്രായേലിന് മുറിവുപറ്റും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ സംരക്ഷിക്കപ്പെടുമെങ്കിലും ഇസ്രായേലിന് വേദനിക്കും, ഇസ്രായേലിന് മുറിയും, ഇസ്രായേലിന് വീണ്ടും ഭവനരഹിതരുണ്ടാവും, ഇസ്രായേൽ പട്ടിണി പടരും, പകർച്ചവ്യാധികളുണ്ടാവും. അതിൻ്റെ എല്ലാ തിക്തഫലങ്ങളും ഇസ്രായേലിനും അനുഭവിക്കും. അപ്പോൾ കർത്താവ് പറയുകയാണ്, അങ്ങനെ അവർ പിതാവായ ദൈവത്തെ ആരാധിച്ചിരുന്നവർ ആ 3.5 വർഷത്തിൻ്റെ പൂർത്തീകരണം വരുമ്പോൾ യേശു ക്രിസ്തു എന്ന പരമസത്യത്തിലേക്ക്, സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണ് ഏക സത്യദൈവമെന്നും യാഹ്വേ എന്ന പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യ ശരീര രൂപമായ ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവമെന്നും മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട, ഈ യുദ്ധം മുറുകുമ്പോൾ 2029 കാലഘട്ടങ്ങളിലെത്തി ഈ ഭീകരയുദ്ധം മുറുകുമ്പോൾ അവർക്കറിയാം, ഇസ്രായേൽ എന്നേക്കുമായിട്ട് നശിപ്പിക്കപ്പെടും, ഇസ്രായേൽ തീർന്നു പോകും, ഇസ്രായേൽ നശിച്ചു പോകും. ഇസ്രായേലിന് 10,000 പാതാളത്തിലേക്ക് പോലെ നരകത്തിലേക്ക്. കാരണം ക്രിസ്തുവിൽ വിശ്വാസമില്ലാതെയും ഇപ്പോഴുള്ള സ്വർഗ്ഗഭോഗത്തിലും മറ്റശുദ്ധിയിലേക്ക് മുഴുകിയ കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ വിശുദ്ധിയുടെ കുറവ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ യഥാർത്ഥതയും യേശു ക്രിസ്തുവാൻ തിരിച്ചറിയുന്ന ഒരു സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ 12-ാം അധ്യായം, സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനത്തിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട, നമ്മൾ അതുകൂടെ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ പൂർണ്ണ മനസ്സിലാക്കുക. ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാഗതനെ പ്രതി എന്ന പോലെ അവർ കരയും. പ്രിയപ്പെട്ടവരെ, ഇവരെ പ്രശ്നങ്ങൾ ഇവർക്ക് രൂക്ഷമാകുമ്പോൾ ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ എൻ്റെ കൃപയും പ്രാർത്ഥനയുടെയും ചൈതന്യം ഞാൻ പകരും. ഇതുവരെ പ്രാർത്ഥിക്കാതിരുന്നവർ ജെറുസലേം നിവാസികളെയും യൂദാ ഭവനത്തിൻ്റെ മേൽ, ഗോത്രങ്ങളുടെ മേൽ, അതിൻ്റെ അർത്ഥം ഗോത്രങ്ങളുടെ മേൽ,
കർത്താവ് തൻ്റെ പ്രാർത്ഥനയും കൃപയുടെയും ചൈതന്യം പകരും. അവർ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ മറുപടി കിട്ടും, അവർക്ക് ആശ്വാസം ലഭിക്കും, അവർ സമാധാനം കണ്ടെത്തും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്നതുപോലെ കരയും. പ്രിയപ്പെട്ടവരെ, കുത്തി മുറിവേൽപ്പിച്ചവനെന്ന് പറയുന്നത് ഇസ്രായേലിലെ പട്ടാളക്കാർ യേശുക്രിസ്തുവിൻ്റെ നെഞ്ചത്ത് പടയാളികൾ ഒരു കുന്തം കൊണ്ട് കുത്തി, അത് അപ്പോൾ തന്നെ അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സാക്ഷ്യമായിട്ട് വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് അവിടുന്ന് പടയാളി പറഞ്ഞു ഇവർ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന് പ്രഖ്യാപിച്ച പടയാളികളുണ്ടായിരുന്നു. അതെല്ലാം ഹീബ്രു മൂലത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ എഴുതപ്പെട്ട ഹീബ്രു മൂലത്തിൻ്റെ വചനം ഇന്നും ഇസ്രായേൽക്കാരുടെ തോറ എന്ന മതഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വചനങ്ങൾ അവരെടുത്ത് വായിച്ചു നോക്കിക്കൊണ്ട് യഥാർത്ഥ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് അവർ ബോധ്യപ്പെടും. അന്ന് അവർ ചങ്കത്തഴിച്ച് ഗോത്രമായി വിലപിക്കും. അതിൻ്റെ ബാക്കി നോക്കണം. ആദിജാതിനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. അന്നവർ ഹബദ്രോദിനെ പ്രതി മെഗിദോ സമതലത്തിൽ ഉണ്ടായ വിലാപം പോലെ ജെറുസലേം വിലപിക്കും. ദേശത്തെ ഓരോ ഭവനവും പ്രത്യേകം വിലപിക്കും. ദാവീദ് ഭവനത്തിനെയും അവരുടെ സ്ത്രീകളും, നാഥാൻ ഭവനത്തെയും അവരുടെ സ്ത്രീകളും, ഷിമയി ഭവനത്തിനെയും അവരുടെ സ്ത്രീകളും, മറ്റു ഭവനങ്ങളും അവരുടെ സ്ത്രീകളും പ്രത്യേകം വിലപിക്കും. ഗോത്രമായിട്ട് അവരിരുന്ന് അവരുടെ സ്ത്രീ സമൂഹം കരയാൻ വേണ്ടി തന്നെ കൂടിയിരിക്കും. ഒരു 100 സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് കരയും, ഒരു 500 സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് കരയും, ഒരു 1000 സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് കരയും. ഓരോ ഗോത്രമായിട്ട് ആഷേർ ഭവനം, ബെഞ്ചമിൻ ഗോത്രം, ദാവീദ് ഭവനം, അങ്ങനെ ഓരോ ഗോത്രമായ സ്ത്രീകളിരുന്ന് കരയുന്ന അവസ്ഥയുണ്ടാകും. കാരണം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുകയാണെന്ന് അവർക്കപ്പോൾ മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, അത്ര ഭയാനകമായ ആഗോള യുദ്ധം വരും. അപ്പോൾ ഈ യുദ്ധം വരുമ്പോൾ ഇതിനെ നിയന്ത്രിക്കുവാൻ അല്ലെങ്കിൽ എതിർ യുദ്ധം ചെയ്യാൻ വേണ്ടി നമുക്കറിയാം അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തുള്ള എതിർ യുദ്ധമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ക്ലാസ് നീണ്ടു പോകുന്നത് കൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധത്തിൻ്റെ ഉള്ളിൽ നിഗൂഢമായിരിക്കുന്ന നിഗൂഢ രഹസ്യം എന്താണ് എന്ന് അടുത്ത ക്ലാസ്സിൽ ഞാനിവിടെ പറയാം. എന്തിനു വേണ്ടിയാണ് യുദ്ധം നടത്തുന്നത്? പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ ആവശ്യം? റഷ്യക്കാർക്ക് ജീവിക്കാൻ ഇഷ്ടംപോലെ സ്വത്ത് അവിടെയുണ്ട്. നമുക്കറിയാം ഇസ്രായേൽക്കാർക്ക് ഇനി ഇവിടെയുണ്ട്, ഇറാൻ ജീവിക്കാൻ അവിടെയുണ്ട്. ആർക്കും ആരുടെ സ്വത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല ഈ യുദ്ധം വരുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം നടത്തുന്നതെന്ന്, എന്തിനു വേണ്ടിയാണ് ഇവരുടെ ഉള്ളിലെ നിയോഗം എന്താണ്, ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് പറയാം. അതുവരെ നമുക്ക് എല്ലാവർക്കും ഈ വലിയ യുദ്ധത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് അപ്പോൾ സംഭവിക്കുന്നതിനുള്ള സക്രാപ്പന പുസ്തകം 14-ാം അധ്യായം കർത്താവിൻ്റെ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ പറയുന്ന ഭാഗം, മലനിരകൾ വിണ്ടു കീറുന്നതും വലിയ ആണവ യുദ്ധം ഉണ്ടാകുന്നതും ഭൂമിയിലെ ജലമെല്ലാം വറ്റിപ്പോകുന്നതുമായ സംഭവം എല്ലാം സക്രാപ്പന പുസ്തകത്തിലും എസെക്കിയേലിൻ്റെ പുസ്തകത്തിലും എല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ജെറുസലേമിന് വേണ്ടി യെശയ്യാ പ്രവാചകൻ എഴുതിയതുപോലെ പക്ഷിച്ചിറയിൻ കീഴിൽ എന്നതുപോലെ ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിനെ സംരക്ഷിക്കുന്നു പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ അത് എസെക്കിയേൽ പ്രവാചകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കാം. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാൻ. പ്രിയപ്പെട്ടവർ, എങ്ങനെയാണ് കർത്താവ് ഇസ്രായേലിനെ ഈ പ്രശ്നങ്ങളിൽ രക്ഷിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്കത് കൂലങ്കഷമായി പഠിക്കാം. അതുവരെ നമ്മളെല്ലാവരും സമൃദ്ധമായി കർത്താവ് യേശു ക്രിസ്തു നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.